നമ്മുടെ സെയ്ഫ് അലി ഖാന് കുത്തുകൊണ്ടതും സംഗതി വലിയ കോളിളക്കം സൃഷ്ടിച്ചതും ബോളിവുഡിനെ പിടിച്ച് കുലുക്കിയതും നടുക്കിയതുമൊക്കെ ഇപ്പോൾ വളരെ കൗതുകകരവും വിചിത്രവുമായ ഒരുപാട് വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുകയാണ്. ഒരു പ്രതിയെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ആ പ്രതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഹസ്തരേഖയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫിംഗർ പ്രിൻ്റ് തെളിവുകളോ ഒന്നും ആ വീട്ടിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് അവസാനം വന്നിരിക്കുന്ന മൊഴി. കൂടാതെ കുത്തുകൊണ്ടതിലും അതിൻ്റെ ഗുരുതരാവസ്ഥയും പിന്നെ സിനിമയിലെപ്പോലെ നടന്നു പോകുന്നതുമെല്ലാം ബഹുകേമമായിട്ടുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സംഘടന മറ്റൊരു പരാതി കൂടി നൽകി. ഒരുപാട് മനുഷ്യരുടെ ഇൻഷുറൻസ് തുക കിട്ടുന്നതിന് ഒരുപാട് കാലതാമസവും സമയവും കുരുക്കുമൊക്കെ എടുക്കുമ്പോഴും ഇദ്ദേഹത്തിന് കൊടുത്തപ്പോൾ തന്നെ കിട്ടി എന്നുള്ളതാണ് വിവാദത്തിൻ്റെ ഒരു കാരണം. ഇതൊക്കെ പറയുമ്പോഴും ഒരുപാട് സംഗതികൾ വലിയ ഗൗരവമായി വരുന്നത് മതവുമായും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമായും പുലബന്ധം പോലും ഇല്ലെങ്കിലും പേരങ്ങനെ ആയതിൻ്റെ ഒരു വാല്യൂ അഡീഷൻ കൂടി അതിലുണ്ട് എന്നും പറയപ്പെടുന്നു. സംഗതി ഇപ്പോൾ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. സെയ്ഫ് അലി ഖാനൊക്കെ താമസിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ബോളിവുഡ് സുരക്ഷാ മേഖലയിൽ ഒരീച്ച പോലും കടക്കാത്ത മേഖലയിലാണ് അവിടെ ഒരു പ്രതി കയറി സെയ്ഫ് അലി ഖാനെ വളരെ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചതും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന വാർത്തയൊക്കെ വന്നത്. അത് കേട്ട് എല്ലാവരും നടുങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുമോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. ഓട്ടോയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയത് മകനാണെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വന്നു. പിന്നെ അതൊക്കെ കൂടുതലും പാപ്പരസി കഥകളാകാം. ഏതായാലും അത് കഴിഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ നടന്ന് മിടുമിടുക്കനായി പോകുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് വലിയ കൗതുകമായി, സംശയമായി. ഇതിനിടയിലാണ് 48 മണിക്കൂറിനകം ഒരു പ്രതിയെ പിടിച്ചത്. അദ്ദേഹം ബംഗ്ലാദേശി കുടിയേറ്റക്കാരനാണെന്നും അയാളുടെ പേരുമൊക്കെ പറഞ്ഞ് വാർത്തയും വന്നു. സംഗതി പോലീസിൻ്റെ ആ മികവിനെയൊക്കെ എല്ലാവരും പ്രശംസിച്ചു. ഫിംഗർ പ്രിൻറ്റുകൾ പരിശോധനയ്ക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് ഈ പിടിച്ച പ്രതിയുടെ ഫിംഗർ പ്രിൻറ്റുമായി യാതൊരു ബന്ധവുമില്ല ആ വീടുകളിൽ കണ്ട ഒരു ഫിംഗർ ടച്ചുകൾക്കുമെന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ പിടിച്ചത് യഥാർത്ഥ പ്രതി ആവണമെന്നില്ല, യഥാർത്ഥ പ്രതി വേറെയാകാം. എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ദുരൂഹത ഇപ്പോൾ ഒരുപാട് വർദ്ധിക്കുകയാണ്. ഈ ബംഗ്ലാദേശികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരു രൂപരേഖ വരച്ചുണ്ടാക്കി അതിനോട് സാമ്യമുള്ള ഒരാളിനെ തപ്പി അങ്ങ് സെറ്റ് ചെയ്താൽ പിന്നെ ഇവർക്കൊക്കെ ആരാ ചോദിക്കാൻ വരിക, ആരാ കേസ് നടത്താൻ വരിക? ജീവിക്കാൻ പോലും മാർഗമില്ലാതെ ആകപ്പാട് കിട്ടുന്ന കാശിന് നാക്കിനടിയിൽ വെക്കുന്നത് വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകുന്ന ഇവരെയൊന്നും ആരും അന്വേഷിക്കുക പോലുമില്ല. ഇനി തൂക്കിക്കൊന്നാൽ പോലും ചിലപ്പോൾ അവരെ നാട്ടിലെങ്ങും അറിയണമെന്നുമില്ല. ഏതായാലും അങ്ങനെ ഒരു പ്രതിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അടക്കി വർത്തമാനം പറയുന്നത്. ഇതിനിടയിലാണ് ഇൻഷുറൻസ് വിവാദം കത്തി വന്നത്. അദ്ദേഹത്തിൻ്റെ അപകടത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ രേഖകൾ സബ്മിറ്റ് ചെയ്തപ്പോൾ മണിക്കൂറുകൾക്കകം തുക അനുവദിച്ചു വന്നതിൽ ആശ്ചര്യപ്പെട്ടു പോയത്രേ ഡോക്ടർമാർ. കാരണം സാധാരണക്കാരായ രോഗികൾക്ക് ഇത്തരം സഹായങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാൽ ഇതിൻ്റെ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി 2-3 ദിവസമൊക്കെ എടുക്കും. ചിലപ്പോൾ ആൾ മരിച്ചു പോയെന്നും ഇരിക്കും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചെന്നപ്പോൾ അരമണിക്കൂറിനകം തന്നെ അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ലക്ഷങ്ങളും കോടികളും വന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതൊരു വാസ്തവവുമാണ്. ഇതുപോലെയുള്ള കമ്പനികളിട്ട് വട്ടം കറക്കുന്ന ഒരുപാട് പാവപ്പെട്ട രോഗികളുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻഷുറൻസിൻ്റെ വിവാദം കൂടി വന്നതോടുകൂടി എല്ലാം കൂടി ഒരു ജഗപുകയായിട്ടുണ്ട്.